Hi dear students, welcome back to Professional Business Skills. Professional Business Skills in the last ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ചായിരുന്നു. ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് ലേണിംഗ് നേടിയെടുക്കുക, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻസ് അക്വയർ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇ ലേണിംഗ് എന്നുള്ള ടേം കൊണ്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പ്രിൻസിപ്പിൾസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലൈൻ എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ, ഇന്നത്തെ ഈ ഒരു ഏജിൽ, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ഡിജിറ്റൽ ഏജ് ലേണർ. ഡിജിറ്റൽ ഏജ് ലേണർ എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഡിജിറ്റൽ ഏജ്, എന്താണ് ഡിജിറ്റൽ ഏജ് ലേണർ, അല്ലെങ്കിൽ ആരാണ് ഡിജിറ്റൽ ഏജ് ലേണർ? ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനെ, ഈ ഒരു ഏജിനെ തന്നെയാണ് ഡിജിറ്റൽ ഏജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഏജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസിലൂടെയാണ് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ജസ്റ്റ് വാട്സപ്പ് എടുത്ത് നോക്കിയാലോ, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയാസ് നോക്കിയാലോ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ്, TV പോലെ നോക്കിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയെല്ലാം ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് നേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രഡീഷണൽ മെത്തേഡുമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ മുമ്പത്തെ വർഷങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ പെർ മിനിറ്റ്സ് ഇൻഫർമേഷൻസ് നമ്മൾ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു ഏജിനെയാണ്, ഈ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തെയാണ് നമ്മൾ ഡിജിറ്റൽ ഏജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ഇൻ്റർനെറ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ നേടുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നേടുന്ന ഈ പർട്ടിക്കുലർ പീരീഡിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഏജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഡിജിറ്റൽ ഏജ് ലേണർ? ഈ ഏജിൽ ലേൺ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളെല്ലാം ഇപ്പോൾ ഡിജിറ്റൽ ഏജ് ലേണേഴ്സാണ്. എന്തുകൊണ്ട്? നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്നു. ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നോളജുകൾ അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഡിജിറ്റൽ ഏജിൽ ഡിജിറ്റലി ലേൺ ചെയ്യുന്ന, ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് ലേൺ ചെയ്യുന്ന, എഡ്യൂക്കേഷൻ നടത്തുന്ന ആളുകളെയാണ് നമ്മൾ ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് എന്ന് പറയുന്നത്. We all live in the information age, otherwise known as the digital age, which is a period in human history characterized by a shift from industrial production to information and computerization, changing significantly our lifestyle. അതായത് എന്താണ് ഡിജിറ്റൽ ഏജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഏജ് എന്നാണ് പറയുന്നത്? ഇതൊരു പീരിയഡാണ്. എന്താണ് ആ പീരിയഡിൻ്റെ പ്രത്യേകത? It is in human history characterized by a shift from industrial production to information. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ നിന്നും ഇൻഫർമേഷനിലേക്കുള്ള ഒരു ഷിഫ്റ്റിംഗ് നടന്നിട്ടുള്ള ഒരു പർട്ടിക്കുലർ പീരിയഡിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ഏജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസേഷനും ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ? നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ നിന്നും, അതായത് ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പ്യൂട്ടറൈസേഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനും, അത് സ്റ്റോർ ചെയ്യാനും, അത് അനലൈസ് ചെയ്യാനും, അതിൻ്റെ റിട്രീവലും അതിൻ്റെ റീപ്രൊഡക്ഷനും ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിനെല്ലാം നമ്മൾ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കമ്പ്യൂട്ടറൈസേഷൻ. സോ ഇത്തരത്തിൽ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കിയിട്ടുള്ള ആ ഒരു ഷിഫ്റ്റിങ്, ആ ഒരു പർട്ടിക്കുലർ പീരിയഡ്, അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ഏജ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഏജ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്തിട്ടുണ്ട്? ഇറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ചേഞ്ചസ് അവർ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഏജിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ ഡിജിറ്റൽ ലേണിംഗ്. What is digital learning? It is any type of learning that is accompanied by technology or by instructional practice that makes effective use of technology. ടെക്നോളജികൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട്
ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ലേൺ ചെയ്യുന്ന ഏത് വിധേനയുള്ള ലേണിങ്ങും അതിന് നമ്മൾ ഡിജിറ്റൽ ലേണിംഗ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ ലേണിംഗ്, ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഡിജിറ്റൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട്, ടെക്നോളജികൾ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിജിറ്റൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഏജ് എന്ത് എന്നുള്ളത് പറഞ്ഞു, ഇൻഫർമേഷൻ ഏജ് എന്ത് എന്നുള്ളത് പറഞ്ഞു, ഡിജിറ്റൽ ലേണിംഗ് എന്ത് എന്നുള്ളത് പറഞ്ഞു. ദെൻ എന്തായിരിക്കും അപ്പോൾ ഡിജിറ്റൽ ലേണിംഗ്? ഓക്കെ, നോക്കാം നമുക്ക്. ഡിജിറ്റൽ ലേണേഴ്സ് ആർ ആൾസോ നോൺ ആസ് ദ നെറ്റ് ജനറേഷൻ ടെക്നോളജി സേവി സ്റ്റുഡൻസ് ഹു ഹാവ് ഗ്രോൺ അപ്പ് ഇമ്മേഴ്സ്ഡ് ഇൻ ടെക്നോളജി ആൻഡ് ഹൂസ് വേ ഓഫ് ലേണിംഗ് ഈസ് ഷേപ്ഡ് ടെക്നോളജി. ഡിജിറ്റൽ ലേണേഴ്സിനെ തന്നെ നെറ്റ് ജനറേഷൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഏജിൽ വരുന്ന ആളുകൾ ടെക്നോളജിക്കലി വെൽ ഡെവലപ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലേണിങ്ങിൽ ടെക്നോളജി വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ ലേണേഴ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി എല്ലാം അവരുടെ ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഡിജിറ്റൽ ലേണേഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സ്റ്റുഡൻസ്, അതായത് ഡിജിറ്റൽ ഏജിൽ വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവർ ടെക്നോളജിക്കലി വെൽ ഡെവലപ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാനുള്ള സ്കില്ലുകൾ ഉണ്ടായിരിക്കും, അവർക്കത് വളരെ എഫക്റ്റീവായിട്ട് അത് ഉപയോഗിക്കാൻ അറിയും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ലേണിംഗ് ടെക്നോളജിയിലൂടെ അവർ ഷേപ്പ് ചെയ്തെടുക്കും എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ ലേണേഴ്സിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ദെൻ in digital age, individuals must not only be able to find and navigate information, but they also must be able to critically interpret that information. ഡിജിറ്റൽ ഏജിൽ ഇൻഡിവിജ്വൽസിന് ഇൻഫർമേഷൻസ് കണ്ടെത്താൻ വളരെ എളുപ്പമാണ് അല്ലേ. ഗൂഗിൾ പോലെ, അല്ലെങ്കിൽ അതുപോലെയുള്ള പിന്നെ സെർച്ച് എൻജിൻസ് ഉപയോഗിച്ചിട്ടും, ഇൻ്റർനെറ്റിൻ്റെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചിട്ടും, ടെക്നോളജി ഉപയോഗിച്ചിട്ടും അവർക്ക് ഇൻഫർമേഷൻസ് നാവിഗേറ്റ് ചെയ്യാനും അത് ഐഡൻറ്റിഫൈ ചെയ്യാനും വളരെ എളുപ്പമാണ്. പക്ഷേ അതല്ല ഒരു ഡിജിറ്റൽ ഏജിൽ നടക്കേണ്ടത്. ഡിജിറ്റൽ ഏജിൽ പ്രധാനമായിട്ടും നടക്കേണ്ടത്, അല്ലെങ്കിൽ ഡിജിറ്റൽ ലേണിംഗിൽ പ്രധാനമായിട്ടും നടക്കേണ്ടത്, കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അത് ക്രിട്ടിക്കലി എന്താ പറയുക അനലൈസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ ഏജിലെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് മസ്റ്റ് ബി ഡിജിറ്റലി ഫ്ലുവൻറ്റ്. അതായത് ഇൻഡിവിജ്വൽസ് എന്തായിരിക്കണം, ഡിജിറ്റലി ഫ്ലുവൻ്റ് ആയിരിക്കണം, ഡിജിറ്റലി അവർ കേപ്പബിൾ ആയിരിക്കണം. അവരുടെ അടുത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ടെക്നോളജികളുണ്ട്. ആ ടെക്നോളജികളെല്ലാം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് അതിൻ്റെ ഫുൾ അഡ്വാൻറ്റേജോട് കൂടിയിട്ട് അത് ഉപയോഗിക്കാൻ, ലേണിംഗ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ, ഇൻഫർമേഷൻസ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ അവർക്ക് അറിയണം. അതിനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഏജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. ദ ഫസ്റ്റ് സ്കിൽ ദാറ്റ് ദ ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് മസ്റ്റ് നീഡ് എ ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് ഡിജിറ്റൽ ഫ്ലുവൻസി. അതായത് ഡിജിറ്റൽ ഏജ് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യമായിട്ടുണ്ടായിരിക്കേണ്ട സ്കിൽ എന്ന് പറയുന്നത് ഡിജിറ്റൽ ലിറ്ററസിയും ഡിജിറ്റൽ ഫ്ലുവൻസിയുമാണ്. അതായത് ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ ടെക്നോളജിയെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മുടെ അടുത്തുണ്ടായിരിക്കണം. ദെൻ ഡിജിറ്റൽ ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള സ്കില്ല് നമ്മുടെ അടുത്തുണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നു, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു. ഇതെന്താണ് ടെക്നോളജി എന്നുള്ളതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് ഐഡിയ ഉണ്ടാകുക എന്നുള്ളതാണ് ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്. അത് തിയറിയാണ്. ആ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യത്തെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുമ്പോഴാണ് ഡിജിറ്റൽ ഫ്ലുവൻസി ഉണ്ടാകുന്നത്. അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട്, അതിൻ്റെ ഇടയിൽ സ്റ്റെക്ക് വരാതെ, അതിൻ്റെ ഇടയിൽ പ്രോബ്ലംസ് ഇല്ലാതെ, എറർ ഫ്രീ ആയിട്ട് അത് ഉപയോഗിക്കാനുള്ള സ്കില്ല് നേടിയെടുക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ ഏജ് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യമായിട്ട് നേടിയെടുക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് ഡിജിറ്റൽ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് അവർക്ക് ലേൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിജിറ്റൽ ലേണേഴ്സ്. ഡിജിറ്റൽ ലേണേഴ്സിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ബിസി. ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് എന്തായിരിക്കും, ബിസി ആയിരിക്കും. അല്ലെ അവർ മേ ബി അവർ വർക്ക് ചെയ്യുമായിരിക്കും, അവർ എങ്ങോട്ടെങ്കിലും യാത്ര പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫങ്ഷൻസ് അവരെന്ത് ചെയ്യുന്നുണ്ടാവും, സൈമിൾട്ടേനിയസ്ലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ അത്തരത്തിലുള്ള ഒരു മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബിസി ആയിട്ടുള്ള ലൈഫാണ് ഡിജിറ്റൽ ഏജ് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഈ ഡിജിറ്റൽ ഏജ്
ലേണിങ്ങിലേക്ക് അവർ വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു ബിസി ആയിട്ടുള്ളൊരു മോഡലായിരിക്കും എപ്പോഴും ലേണേഴ്സ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചർ അല്ലെങ്കിൽ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഇംപേഷ്യൻ. അവരൊരിക്കലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല, അവരൊരിക്കലും വെയിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഇംപേഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ ഇംപാർഷ്യൽ, അതായത് ഡിജിറ്റൽ ഏജ് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ സമയവും ഓരോ ഡിവൈസുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വീട്ടിലാവുമ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ടാവാം, ട്രാവൽ ചെയ്യുമ്പോൾ അവർ സ്മാർട്ട് ഫോണിലായിരിക്കും അവർ ലേൺ ചെയ്യുന്നുണ്ടാവുക, വീട്ടിൽ തന്നെ അവർ പിന്നെ ഹാളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ആണ് ഇരിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള ഡിവൈസുകളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അവർക്ക് ഏത് ഡിവൈസാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഡിവൈസാണ് അവർ ഉപയോഗിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് ഇവർ ഇംപാർഷ്യൽ ആണ് എന്നുള്ളത് നമുക്ക് പറയാം. മറ്റൊന്ന് പറയുന്നത് സോഷ്യൽ എന്നുള്ളതാണ്. സോഷ്യൽ മീൻസ് സോഷ്യലി കണക്റ്റഡ് ആണ്. ഇൻഫർമേഷൻസ് അവർ ആക്സസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ച് അവർ ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഡിജിറ്റൽ ലേണേഴ്സ് ആയിട്ട് വരുന്നത്. മറ്റൊന്ന് പറയുന്നത് ടെക്നിക്കൽ എന്നുള്ളതാണ്. അവർ ടെക്നിക്കലി എക്സ്പേർട്ടുകളായിരിക്കും അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് ഉള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട്, ആ ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട്, ഡിജിറ്റൽ ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് ബിസിയാണ്, അവർക്ക് ടൈം ഇല്ല. മറ്റൊന്ന് പറയുന്നത് ഇംപേഷ്യൻ്റ് ആണ്, അവരൊരിക്കലും വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല. ദാറ്റ് മീൻസ് ബിസി ആയതുകൊണ്ട് തന്നെയാണ് അവർ ഇംപേഷ്യൻ്റ് ആയിട്ട് മാറുന്നത്. അതുപോലെ അവർക്ക് ആവശ്യമുള്ള കണ്ടന്റുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, അവർക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവൈലബിൾ ആയിരിക്കണം മെറ്റീരിയൽസ് എല്ലാം. മറ്റൊന്ന് പറയുന്നത് ഇംപാർഷ്യൽ ആണ്, ദെൻ സോഷ്യൽ, ടെക്നിക്കൽ. ഇതൊക്കെയാണ് ഈ ഒരു ഡിജിറ്റൽ ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ഡിജിറ്റൽ ഏജ് ലേണേഴ്സിനെ കുറിച്ചാണ്. എന്താണ് ഡിജിറ്റൽ ഏജ്, അതുപോലെ തന്നെ ഡിജിറ്റൽ ഏജ് ലേണർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഡിജിറ്റൽ ഏജ് ലേണിംഗ് എന്തെന്നുള്ളത് പറഞ്ഞു, ദെൻ ഡിജിറ്റൽ ഏജ് ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമാണ് പറഞ്ഞത്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.